കൈകോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി മാങ്ങാച്ചാറാണ്. മാങ്ങാച്ചാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്നാ പറയുക, മാങ്ങ എണ്ണ അച്ചാർ. അതായത് ഇത് നമ്മൾ ഒരു പ്രത്യേക സൈസിൽ ഇതിനെ ഞാനിങ്ങോട്ട് അരിഞ്ഞെടുത്തു. പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു ശക്കല ഉപ്പും തിരുമ്മി ഞാനൊന്ന് വറുത്തെടുക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ക്യാരറ്റോട് വറുത്തെടുക്കും. പിന്നെ അതിൻ്റെ കൂടെ ഈ പച്ചമുളക്, ഈ വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ഞാനൊന്ന് വറുത്ത് കോരട്ടെ. കോരി കഴിഞ്ഞ് വെച്ചിട്ട് ബാക്കി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഇതിന് എണ്ണമാങ്ങാന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതിന് ഈ മാങ്ങയ്ക്ക് നല്ല പുളിയാണ്, ഭയങ്കര പുളിയാണ്. പുളിയുള്ള മാങ്ങയുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. വിനാഗിരി ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിനൊരു മധുരമുള്ള ഒരു പുളിയാണ്, അതൊരു ടേസ്റ്റ് വരത്തില്ല. എന്നാൽ ഒരു തുള്ളി അതിനകത്ത് ഒഴിച്ച് തന്നെ ഒന്ന് മേക്കപ്പ് ചെയ്യാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ഞാനിതൊന്ന് ഈ സാധനങ്ങളെല്ലാം ഒന്ന് വറുത്തെടുക്കട്ടെ. അത് കഴിഞ്ഞ് വെച്ചിട്ട് ബാക്കി ഞാൻ പറയാം. ഓക്കെ. അതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച്, ഈ ഇൻഡാലിയൻ ചീനിച്ചട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടായിട്ട് കിട്ടും. ഇപ്പോൾ എണ്ണ തിളച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഈ മാങ്ങ കുറച്ച് വാരിയിടാൻ പോവുക. അപ്പോൾ നമ്മളൊരു ശക്കല ഉപ്പ് തിരുമ്മിയിട്ട് വേണം ഇടാനായിട്ട്. കാരണം ഉപ്പ് തിരുമ്മി അങ്ങനെ വെച്ചേക്കാൻ പാടില്ല. കാരണം അതിനകത്ത് വെള്ളം നിറയും അതുകൊണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ നമ്മളിത് വറുത്തെടുക്കുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ഇതിനകത്തോട്ട് തിരുമ്മി വെച്ചിട്ട് അങ്ങ് വറുത്ത് വേണം. അപ്പോൾ ആ മാങ്ങ കഷ്ണത്തിന് നന്നായിട്ട് ഉപ്പ് പിടിക്കുക, അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ വറുത്തെടുക്കട്ടെ. മാങ്ങായ കുറച്ച് പച്ചമാങ്ങ കിട്ടിയതായിരുന്നു. എനിക്ക് സമയം കിട്ടിയപ്പോഴത്തേ 3-4 ദിവസമായി. അത് പയ്യെ ഒന്ന് ചൊനയ്ക്കാൻ തുടങ്ങി. പക്ഷേ ചൊനച്ചാലും അത് നമുക്ക് തിന്നാൻ പറ്റില്ല, അത്രയും പുളിയാണ്. അപ്പോൾ അതിനെ ഞാൻ നല്ലപോലെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് വരട്ടി ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതാണ് വെക്കുന്നത്. ആ പുളീനെ നമുക്കൊന്ന് കുറയ്ക്കണമെന്ന് വരികിൽ ഈ സംഭവം കൂടെ നമുക്ക് അതിനകത്ത് ചേരുമെങ്കിൽ മാത്രമേ നമുക്ക് ആ പുളിയൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ഇതോടെ ഇതിനകത്തോട്ടിട്ടത്. ആരും ചെയ്തിട്ടില്ലാത്ത ഒരു അച്ചാറാണിത്. ഇത് ഞാൻ ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷമാണ് നിങ്ങളെ ഞാൻ ഇത് കാണിക്കുന്നത് തന്നെ. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ആ പുളിയൊക്കെ നല്ലതുപോലെ ഈ ഇതയിലും കൂടി അങ്ങ് പിടിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരുന്നു. ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ നല്ലതാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 2-3 മാങ്ങയും എടുത്ത് ചെറിയൊരു പീസ് ഇതും എടുത്ത്. പക്ഷെ പുളിയുള്ളതായിരിക്കണം. ഇപ്പം പുളിയുള്ളത് കിട്ടാൻ പാടാണ്. പക്ഷേ ഞെക്കി കിട്ടിയ മാങ്ങ നല്ല പുളിയുണ്ടായിരുന്നു. അത് എൻ്റെ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നത്. അതിന് നല്ല പുളിയുണ്ട മാങ്ങയാണ്. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് വറുത്ത് പോരട്ടെ. ആ മാങ്ങായ കുഴഞ്ഞു പോയി. അതുകൊണ്ടാണ് അതങ്ങനെ അതിൻ്റെ ഇത് വെന്തിട്ട് അതിൻ്റെ അറ്റം അവിടെ കട്ട പിടിച്ചിരിക്കുന്നതാണ്. ഇതോട് വറുത്ത് വെച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നു. അതായത് ഇത് 3 കൂടി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത് 3 കൂടി ഒന്ന് വറുത്ത് ഞാൻ എടുക്കട്ടെ. പിന്നെ ഇപ്പം നല്ലപോലെ മൂത്തു. ഞാനിത് 3 കൂടി ഒന്ന് ഇതുകൂടെ എന്തിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചൊരു പാത്രത്തിലേക്കാണ് ഞാനിത് എടുക്കുന്നത്. ഇനി ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചു. ഇതിന് ചേർക്കാനുള്ള മുളക് പൊടിയും ഒക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടി എണ്ണ ഒഴിക്കുന്നില്ല. എണ്ണ ഒഴിക്കാൻ ഇതിനകത്തിട്ട് ആ പച്ചമണം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നതിന് വേണ്ടി കേട്ടോ. ഇത് ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്ത കുറച്ച് മുളക് പൊടിയാണ്. ഇതിനകത്ത് ഉലുവായ, കുരുമുളക്, പിന്നെ ഞാനൊരു ഇത് കണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിനകത്ത് പിന്നെ വാട്സപ്പിലും പോട്ടെ, നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു ഇത് കണ്ടു. അപ്പം ഞാനതൊന്ന് ഉണ്ടാക്കി. അതിൻ്റെ കണക്കറിയത്തില്ല. അതിന് സാധനം എന്തൊക്കെ വേണമെന്നറിയാം, അതിൻ്റെ കണക്കറിയില്ല. അപ്പോൾ ആ കണക്കനുസരിച്ച് അവരത് പറഞ്ഞു തന്നപ്പം
ഞാനതൊന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. മുളക് പൊടിയുണ്ട്, കടുകുണ്ട്, ഉലുവയുണ്ട്, പിന്നെ നമ്മുടെ കുരുമുളകുണ്ട്, പിന്നെ ഉള്ളത് നമ്മുടെ ഇത് കൂട്ട് കായം. അപ്പം അതിനൊക്കെ ഓരോ കണക്കുണ്ട്. ഒരു 250 മുളകിന് കണക്കായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ സാധനം നല്ലതായിട്ട് ആ ഓട്ടിനകത്തിട്ടപ്പോൾ അത് നല്ലപോലെ മൂത്തു. ഒന്നുകൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഞാനത് അങ്ങോട്ട് ഇതിനകത്തോട്ട് ചേർക്കുക. ഇത് ചേർത്ത് ഇതിനകത്തോട്ട് ഞാനൊരു 2 സ്പൂണ് പിന്നെ നമ്മളുണ്ടാക്കി എടുത്ത് വെച്ച വെളിച്ചെണ്ണ അതുകൂടി ചേർത്താണ് ഞാൻ ഇത് തിരുമ്മി വയ്ക്കുന്നത്. തിരുമ്മി നമ്മൾ ഇന്നൊന്നും അത് കൂട്ടാൻ പാടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് കൂട്ടാവും. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണയും ഇത് പിന്നെ നല്ലെണ്ണ ഉള്ളവർക്ക് നല്ലെണ്ണ ചേർക്കുക. എനിക്ക് നല്ലെണ്ണയുടെ രുചി എനിക്കിഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാ സാധനവും വെളിച്ചെണ്ണയിൽ ചേർക്കുന്നത്. ഇപ്പം മനസ്സിലായോ? നല്ല സൂപ്പർ ഒരു കറി. ഇത് കുറച്ച് നാളെല്ലാം പുറത്തിരിക്കും. കാരണം ഇതിനകത്ത് ഇത് ചേർത്തത് കൊണ്ടിട്ട് അത് തന്നെയല്ല, നമ്മുടെ മാങ്ങ കുറച്ച് അലിഞ്ഞു പോയി. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ ചുനച്ച് പോയെന്ന്. പച്ചയായിട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നാലും കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് ഇന്നാൾ ചെറിയൊരു മാങ്ങയാണ് ഇട്ടത്. ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് അത് ഒരാഴ്ച കൊണ്ടിട്ട് ഞാനത് കൂട്ടി കഴിച്ചു തീർത്തു. അപ്പോൾ ഇത് രണ്ടാമത്തെ ഉണ്ടാക്കിയതാണ്. അപ്പം ഒരാഴ്ചയൊക്കെ ഇത് കേടുകൂടാതെ പുറത്തിരിക്കും. അത് കഴിയുമ്പോൾ നമുക്കതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മക്കൾക്കൊക്കെ കൊടുത്ത് സ്കൂളിലൊക്കെ അയക്കാൻ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള. ഇപ്പം തന്നെ ഇത് നാവിൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഈ ചൂട് പഴകിയ പിന്നെ മുളകെല്ലാം നന്നായിട്ട് പിടിച്ച് ആ ഉപ്പുമൊക്കെ നല്ല ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടെന്നൊരിക്കൽ സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ഇനിയൊരു ഇതുമായിട്ട് ഇതുവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ.